ഹലോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് അടുക്കള വിശേഷങ്ങളായാലോ. അപ്പോൾ എന്നത്തെയും പോലെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കണ്ണനിടെ എന്താക്കുന്നത് വെച്ചെങ്കിൽ മുട്ട റോസ്റ്റ് ആക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി കായ്ക്കുന്നതാണ് കേട്ടോ. ഞാൻ ഉള്ളിയെല്ലാം മുറിച്ച് കൊടുത്തിന്. എനിക്ക് ചപ്പാത്തി ആക്കാനുള്ളതുകൊണ്ട് ഓൻ പറഞ്ഞു ഞാനാക്കാമേ, ഉള്ളി കായ്ക്കുന്നത് ഞാനാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഓനാക്കുന്നതാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടുമെന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് ചപ്പാത്തി പണി പെട്ടെന്ന് തുടങ്ങാമല്ലോ. നെയ്യ് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തിക്ക് വയ്ക്കൽ. നെയ്യ് ചേർക്കുമ്പോൾ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. വിഷ്ണു ഉണ്ട് ഞങ്ങളെ കൂടെ. ഓനാണ് വീഡിയോ എടുത്തിരുന്നത്. അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കാണാത്തത്. നല്ല ഇഷ്ടത്തോടെ തന്നെയാണ് കേട്ടോ അവരെൻ്റെ കൂടെ കൂടുന്നത്. അത്യാവശ്യം കുറച്ച് അടുക്കള കാര്യമെല്ലാം പഠിച്ചു വെക്കുന്നത് മക്കൾ നല്ലത് തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും പഠിക്കാനോ എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ. ഇവിടെ അരവേട്ടനൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെയൊക്കെ എല്ലാ കാര്യത്തിലും ഞാൻ മക്കളെ ഒന്നിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിവിടെ മല്ലിപ്പൊടി തീർന്നിട്ടുണ്ടായിന്. പിന്നെ മല്ലി കുറച്ച് പെട്ടെന്ന് പൊടിച്ചിട്ടെടുത്തു. ഞാൻ മുട്ട റോസ്റ്റിന് മസാലയായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ വോയിസ് ഓവർ കൊടുക്കാതെ തന്നെ സാധാരണ വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സൗണ്ടൊന്നും ക്ലിയർ അല്ല. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിഷ്ണു കണ്ണന് ഫോൺ കൈമാറുകയും ചെയ്തു. എന്നെ വീഡിയോ നീ എടുത്തോ, എനിക്ക് മടിയാന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിലും വിഷ്ണുവിന് വീഡിയോ എടുക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. പിന്നെ വിഷ്ണു എന്നെ ചപ്പാത്തി ചുടാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ചപ്പാത്തി പരത്തുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. നല്ല റൗണ്ടൊന്നും ആയില്ല, എന്നാലും മെല്ലെ പരത്തി ഒരു ചപ്പാത്തിയുടെ ഷേപ്പെല്ലാം ആക്കിയിട്ട് ഞാൻ എടുക്കും. ഇപ്പോൾ കുറച്ച് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചപ്പാത്തിയുടെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് കണ്ണൻ കാപ്പിക്കല്ലേ പാലാട വെക്കുന്നുണ്ട് കേട്ടോ. അരവേട്ടനെ കാപ്പി വേണം. മുമ്പാണെങ്കിൽ അരവേട്ടൻ 3 നേരം ഭക്ഷണത്തിനും കൂടി ഞാൻ ചായ കുടിക്കും കേട്ടോ. അതൊരു ഗ്ലാസ്സൊന്നും അല്ല കേട്ടോ, 2-3 ഗ്ലാസ് തന്നെ വെച്ച് കുടിക്കും. അതുപോലെ തന്നെ പഞ്ചസാരയും നല്ലോണം ഉപയോഗിക്കുന്നുണ്ടായിന്. ഇപ്പോൾ നമ്മൾ ചായക്ക് പകരം കാപ്പിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. രാവിലെയും വൈകുന്നേരം ഓരോരോ ഗ്ലാസ് മാത്രം കേട്ടോ. ഞാനങ്ങനെ കുടിക്കലില്ല, ഞാൻ എപ്പോഴെങ്കിലേ കുടിക്കലില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചോട്ടെ. ഞാൻ ചപ്പാത്തി കഴിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ രാവിലത്തെ പുട്ടുണ്ടായിന്, അതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ. നമ്മളിഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.